യെസ്, അപ്പോൾ മൂന്നാറിലേക്ക് വരുമ്പോൾ അവിടെ ഇടുക്കി മൂന്നാറിൽ അതിശൈത്യം തുടങ്ങിയിട്ടുണ്ട്. സീസണിലെ ഏറ്റവും താഴ്ന്ന താപനിലയായ 3 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ മൂന്നാറിൽ. നല്ല തണ്ണി, തെന്മല, ചിറ്റുവാര, ചെണ്ടുവാര എന്നിവിടങ്ങളിലാണ് താപനില 3 ഡിഗ്രിയിലേക്ക് എത്തിയത്. തണുപ്പാസ്വദിക്കാൻ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കും തുടങ്ങിയിട്ടുണ്ട്. 2-3 நாளாகவே நல்ல ஒரு கிளைமேட் ஆகிப்போச்சு. நல்லா 0 டிகிரிக்குள்ளே உள்ள வாய்ப்பு ஆகிப்போச்சு. இன்னும் வரும் திவசங்களில் அதுக்குள்ள வாய்ப்பு இருக்குது, நிறைய இருக்குது. வினோத சஞ்சாரிகளுக்கு நல்ல ஒரு இதாக இருக்கும். காலை நேரத்தில் ஒரு 3-4 நாளைக்குள்ளே இதை விட கூடுதலான ஒரு பனி பொழிவை பார்க்கலாம். இந்த சாம பனின்னு சொல்லுவாங்க, அந்த மாதிரி உலகத்துக்குள்ள வாய்ப்பெல்லாம் நிறைய இருக்குது. യെസ്, മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, മൂന്നാർ ഇങ്ങനെ തണുത്ത് വിറയ്ക്കാണ്. 3 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ നല്ല തണുപ്പായിരിക്കും. സഞ്ചാരികൾക്ക് ആസ്വദിക്കാം, പക്ഷെ അവിടെയുള്ള ആളുകൾക്ക് അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നത്. എന്തായാലും എന്താണ് നിലവിലെ സാഹചര്യം ആഷിഖ്? സൈഫുദ്ദീൻ ജിൽസി, അവിടെ ഉള്ള ആളുകൾക്കും സഞ്ചാരികൾക്കും വലിയ ആവേശത്തിന്റെ കാലമാണ് അതിശൈത്യം എന്ന് തന്നെ പറയാം. കാരണം നിരവധി വിനോദസഞ്ചാരികളായിരിക്കും ഈ സമയത്ത് മൂന്നാറിലേക്ക് ഒഴുകിയെത്തുക. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തി വീണ്ടും വിനോദസഞ്ചാരികളുടെ കേന്ദ്രമാകുന്ന നിലയിലേക്ക് മൂന്നാർ മാറുമെന്ന പ്രതീക്ഷയാണ് അവിടുത്തെ പ്രദേശവാസികൾ അടക്കം പങ്കുവയ്ക്കുന്നത്. ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. ശരാശരി ഏതാണ്ട് 3 ഡിഗ്രിയിലേക്ക് താപനില എത്തിയിട്ടുണ്ട് വിവിധ ഭാഗങ്ങളിൽ. ഇപ്പോൾ ജിൽസി പറഞ്ഞതുപോലെ മൂന്നാർ ടൗണിലെ നല്ല തണ്ണിയിലെ തെന്മല, ചിറ്റുവാര, ചെണ്ടുവാര എസ്റ്റേറ്റിലെല്ലാം 3 ഡിഗ്രി താപനില രേഖപ്പെടുത്തിയിരുന്നു. ലക്ഷ്മി എസ്റ്റേറ്റിൽ ഇന്നലെ 4 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു രേഖപ്പെട്ടിരുന്നത്. അതുപോലെ സെവൻമലയിലും തൊക്കനാടും ഒക്കെ 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെ സീസണിലെ തന്നെ ഏറ്റവും കുറഞ്ഞ താപനിലയിലേക്ക് മൂന്നാർ എത്തുമ്പോൾ അതിന്റെ ഭംഗി കുറെ കൂടി മനോഹരമാകുന്നു എന്നുള്ളതാണ് മൂന്നാറിനെ പറ്റി പറയാനുള്ളത്. ഏതായാലും ആ ഭംഗി ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് മൂന്നാർ വാസികളുള്ളത്, അവിടെയുള്ള ആളുകൾ ഉള്ളത് എന്ന് തന്നെ പറയാൻ കഴിയും. വരും ദിവസങ്ങളിൽ ഇതിലും താഴേക്ക് താപനില എത്തും. 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തും എന്നുമാണ് കാലാവസ്ഥാ വകുപ്പും അറിയിക്കുന്നത്. അതുകൊണ്ട് ആ നിലയിലുള്ള ഒരുക്കങ്ങൾ മൂന്നാർ നിവാസികൾ തുടങ്ങിയിട്ടുണ്ട്. സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് മൂന്നാർ എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. കിഴക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാർ സഞ്ചാരികളെ സ്വാഗതം ചെയ്യുകയാണ്.